എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ശനി ജയന്തി വരുന്നത് 2025 മെയ് 27-നാണ്. ശനിദേവൻ തന്റെ എല്ലാ മാറ്റങ്ങളെയും കൊണ്ടുവരുന്ന ദിവസമാണ് ഈ ഒരു ദിവസം. ജ്യേഷ്ഠ അമാവാസി നാളിലായതിനാൽ സൂര്യന്റെ പുത്രനായ ശനിദേവന്റെ ജന്മദിനമായി ഈ ദിനത്തെ കണക്കാക്കുന്നു. സൂര്യനും ശനിയും ശരിക്കും ശത്രുക്കളാണ് എന്നാണ് പറയുന്നത് അല്ലെ. എന്നാൽ ഈ ഒരു ശനി ജയന്തി ദിനത്തില് ശനി ധാരാളം ഗുണാനുഭവങ്ങൾ ചൊരിയുന്നുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ശനി സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു വ്യക്തിക്ക് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് ശനി ഫലം നൽകുന്നത്. ശനി ജയന്തി ദിനത്തില് ഗുണപരമായിട്ടുള്ള പല മാറ്റങ്ങളും ശനി 12 രാശിക്കാർക്കും നൽകുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിന് ശനി ജയന്തി ദിനത്തിൽ സാധിക്കുന്നു. കൂടാതെ എല്ലാ ശനിദോഷങ്ങളെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഒരു ശനി ജയന്തി ദിവസം. ഈ ദിവസം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സൂര്യപുത്രനായ ശനി വൈശാഖ മാസത്തിലെ അമാവാസി നാളിലാണ് ജനിച്ചതെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദിനത്തെ ശനി ജയന്തിയായി ആഘോഷിക്കുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ശനിയെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്നതുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ശനിദോഷത്തിന് ഏറ്റവും അത്യുത്തമ ദിനങ്ങളിൽ ഒന്നാണ് ശനി ജയന്തി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആയുസിന്റെ കാരകനായാണ് ശനിയെ കണക്കാക്കുന്നത്. നമ്മുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്നതിന് ശനിക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശനിദോഷം എല്ലാവരെയും ബാധിക്കും എന്ന കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. സാക്ഷാൽ മഹാദേവന് പോലും ശനിയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് സത്യം. ഒരു വ്യക്തിയെ ശനി ബാധിക്കുകയാണെങ്കിൽ അത് പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാക്കും. പലപ്പോഴും മനപ്രയാസം, കടബാധ്യത, രോഗം, ദുരിതം, ആയുസ്സിന് നഷ്ടം എന്നിങ്ങനെ നിരവധി ദുർഘടങ്ങൾ താണ്ടി വേണം ഒരു വ്യക്തി ശനിയെ നേരിടാനായിട്ട്. പലപ്പോഴും അനിഷ്ട സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്നതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിപ്രീതി വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനാകട്ടെ ശനി ജയന്തിയോളം മികച്ച മറ്റൊരു ദിനമില്ല എന്ന് തന്നെ പറയാം. ഇനി ഓരോ രാശിക്കാരുടെ കാര്യവും നോക്കാം. മേടം രാശിക്കാർക്ക് ഈ സമയം തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധയും അച്ചടക്കവും പാലിക്കേണ്ടതായിട്ട് വരുന്നു. ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ദീർഘകാലത്തേക്കുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞു. കഠിനാധ്വാനത്തിന്റെ ഫലം ഉടൻ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. നിങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അവസാനിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇടവം രാശിക്കാർക്ക് ശനി ജയന്തിയോട് അനുബന്ധിച്ച് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. പലപ്പോഴും ആത്മീയമായ പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. യാത്രകളെല്ലാം തന്നെ സഫലമാകുന്ന ഒരു സാഹചര്യവും വന്നു ചേരും. കൂടാതെ ആരോഗ്യ കാര്യത്തിലും ഇടവം രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ്. മാനസികാരോഗ്യവും മനസമാധാനവും തേടിയെത്തുന്ന ഒരു സമയം കൂടി ആയിരിക്കും. മിഥുനം രാശിക്കാർക്ക് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുന്ന സമയമായിരിക്കും ഇത് എന്നതിൽ സംശയം വേണ്ട. അത് മാത്രമല്ല, കടങ്ങൾ ഇല്ലാതാവുകയും നിക്ഷേപവും ധനമാറ്റങ്ങളും സംഭവിക്കുകയും ചെയ്യും. സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തികമായി അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേരാൻ പോകുന്നത്. പലപ്പോഴും ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാവുന്നു. ശനി ഇവരെ വളരെയധികം ഗുണപരമായി തന്നെ ബാധിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക നേട്ടം ഇരട്ടിയാവുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സംഘർഷങ്ങളെ അല്പം കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ചിങ്ങം രാശിക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശനി ജയന്തിയിൽ നിങ്ങളുടെ ജീവിതം മികച്ച മാറ്റങ്ങളിലേക്ക് എത്തുന്നു എന്ന കാര്യം ഉറപ്പാണ്. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ജോലി ഒഴിവാക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കന്നിരാശി. കന്നിരാശിക്കാർക്ക് ശനിജയന്തി വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും. ശനിദേവന്റെ അനുഗ്രഹം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവും. പലപ്പോഴും ശനി നിങ്ങളെ കൂടുതൽ സന്തോഷത്തിലേക്കും പോസിറ്റീവ് മാറ്റങ്ങളിലേക്കും എത്തിക്കും. എല്ലാ തടസ്സങ്ങളും അകറ്റി ജീവിതം മികച്ചതായിട്ട് മാറ്റാൻ ശനി നിങ്ങളെ സഹായിക്കും. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ ശനിജയന്തിയിൽ മികച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്ന സമയമാണ് ശനിജയന്തി. ആരോഗ്യപരമായ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാവുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ശനി നൽകുന്ന അനുഗ്രഹം നിസ്സാരമല്ലെന്ന് അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിലെ മികച്ച സമയമാണ് ശനിജയന്തി ദിനത്തിൽ എന്നതിൽ സംശയം വേണ്ട. ആശയവിനിമയം കൃത്യമായിരിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് തെറ്റിദ്ധാരണകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ഷമയോടെ വേണം എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിന്. അല്ലെങ്കിൽ അത് കൂടുതൽ ആശയക്കുഴപ്പം ജീവിതത്തിൽ സൃഷ്ടിക്കുകയും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും വൃശ്ചികം രാശിക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധനുരാശി. ധനുരാശിക്കാർക്ക് ശനിജയന്തി ദിനം വളരെയധികം മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്നു. പലപ്പോഴും പണവും ധനവരുമാനവും വർദ്ധിക്കും. ആത്മാഭിമാനം നിങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും. സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നിലാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സാമ്പത്തിക സ്ഥിതിയിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവും. എങ്കിലും ഒരു നാണയം പോലും ചിലവാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായിട്ട് പണം ചിലവാക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. മകരം രാശി. മകരം രാശിക്കാർക്ക് സ്വന്തം കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ഇത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് ഭാവിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിപൂർവം വേണം ഓരോ കാര്യത്തെയും കൈകാര്യം ചെയ്യുന്നതിന്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ഈ സമയം രോഗശാന്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഈ സമയം ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടത് നല്ലതാണ്. അല്ലാത്ത പക്ഷം അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. പലപ്പോഴും അടുപ്പമുള്ള ബന്ധങ്ങളിൽ പോലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആരോഗ്യ കാര്യത്തിലായിക്കഴിഞ്ഞാലും രോഗാവസ്ഥകളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ രോഗശാന്തി ഉറപ്പാണ്. അപ്പൊ ചില കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകാൻ സാധിക്കും. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത്. ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ശനിജയന്തിയോടനുബന്ധിച്ച് ഉണ്ടാവും. ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ചിന്തിച്ച് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. ആരോഗ്യത്തെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിസ്സാരമെന്ന് കരുതുന്ന പ്രശ്നങ്ങൾ ശനിജയന്തിയിൽ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും. അപ്പോ ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ ഈ ഒരു ശനിജയന്തിയോടനുബന്ധിച്ച് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല നല്ല മാറ്റങ്ങൾ ശനി കൊണ്ടുവരുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവര് തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ അതിനൊരൽപ്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ പല പ്രശ്നങ്ങളിലും കൊണ്ട് ചെന്ന് ചാടിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സമയത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.